ലീഗിന്റെ ഉള്ളിലെ അനൈക്യം മുതലെടുത്ത് ഇടതുപക്ഷം നടത്തിയ നീക്കത്തിനൊടുവിൽ ലീഗിന് കോട്ടയ്ക്കൽ നഗരസഭയുടെ അധികാരം നഷ്ടമായി. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ലീഗ് വിമതർ കോട്ടയ്ക്കൽ നഗരസഭയുടെ അധികാരം പിടിച്ചെടുത്തു. മുഹസിന പൂവൻമഠത്തിലാണ് നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ. പി ഉമ്മർ വൈസ് ചെയർമാനും. കോട്ടയ്ക്കൽ നഗരസഭയിൽ നടന്നത് നാടകീയ സംഭവവികാസങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കോട്ടയ്ക്കൽ നഗരസഭയിൽ ലീഗിനുള്ളിൽ വലിയ അനൈക്യമാണ്. നഗരസഭയുടെ ചെയർപേഴ്സണായ ബുഷ ഷബീർ ലീഗിനുള്ളിലെ തർക്കം കാരണം സ്ഥാനം രാജിവെച്ചു. പകരം ആ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് ഡോക്ടർ കെ ഹനീഷയെ. എന്നാൽ ഹനീഷയെ തോൽപ്പിക്കാൻ ലീഗ് വിമതർ മുഹസിന പൂവൻമഠത്തിലിനെ രംഗത്ത് ഇറക്കി. മുഹസിനയ്ക്ക് ഇടതുപക്ഷത്തിന്റെ പിന്തുണയും കിട്ടി. 32 അംഗങ്ങളാണ് കോട്ടയ്ക്കൽ നഗരസഭയിലാകെ. 21 പേർ ലീഗുകാർ, 9 പേർ ഇടതുപക്ഷക്കാർ, 2 BJP. മുൻ നഗരസഭ ചെയർപേഴ്സണായ ബുഷ ഷബീറും ഇപ്പോൾ വിദേശത്തുള്ള മറ്റൊരു അംഗത്തെയും ഒഴിച്ചു നിർത്തിയാൽ 19 പേർ ലീഗിന്റേതായി. എന്നാൽ 9 ഇടതുപക്ഷ അംഗങ്ങളും 6 ലീഗ് വിമതരും ഒന്നിച്ചതോടെ മുഹസിന പൂവൻമഠത്തിന് വിജയം നേടാനായി. മുഹസിനയ്ക്ക് ലഭിച്ചത് 15 വോട്ട്, ലീഗ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 13 വോട്ടുകളും. അങ്ങനെ ലീഗിന്റെ കയ്യിൽ നിന്നും കോട്ടയ്ക്കൽ നഗരസഭയുടെ ഭരണം നഷ്ടമായി. ജയിച്ചവർക്ക് പറയാനുള്ളത് ഇതാണ്: നടപടി ഉറപ്പാണെങ്കിലും ഇത് അനിവാര്യമായ ഒരു നീക്കമായിരുന്നു. നമുക്ക് ഇടതുപക്ഷത്തിനും വിമത ലീഗുകാർക്കും പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. കോട്ടയ്ക്കല് വലിയ വികസന പ്രതിസന്ധി കുറച്ചു കാലമായി നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കോട്ടയ്ക്കൽ ശ്രമിച്ചിട്ടും അതിനുള്ള തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയ്ക്കലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അഴിമതിരഹിതമായ ഒരു കോട്ടയ്ക്കൽ, അതാണ് ഞങ്ങൾ ലക്ഷ്യവെക്കുന്നത്. CPM തീർച്ചയായിട്ടും അഴിമതിരഹിതവും ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ആ അജണ്ടയിൽ വേണ്ടി മുസ്ലിം ലീഗിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഇവർ 6 പേർ CPMന്റെ ഈ അജണ്ടയിൽ പിന്തുണയ്ക്കാൻ തയ്യാറായ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനോടൊപ്പം നിന്നു. ആ ഒരു യോജിപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും കോട്ടയ്ക്കലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു വികസനം കോട്ടയ്ക്കൽ സാധ്യമാക്കാൻ ഈ കൂട്ടുകെട്ട് കൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു അജണ്ടയാണ്, ആ ഒരൊറ്റ അജണ്ടയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട്? 100%. എന്താ സംശയം? 100%. പാർട്ടി നേതൃത്വമില്ലാതെ ഞങ്ങളാരും സ്വതന്ത്രരല്ലല്ലോ. ഞാൻ CPMന്റെ LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്. പാർട്ടി തീരുമാനത്തിനനുസരിച്ചല്ലേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം മാത്രമേ ഞങ്ങൾ കോട്ടയ്ക്കലെ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുള്ളൂ. കോട്ടയ്ക്കലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസനം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും, വികസന അജണ്ട മുന്നോട്ട് വയ്ക്കും. ആ അജണ്ടയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തികച്ചും അഴിമതിരഹിതമായിരിക്കും. അഴിമതിക്ക് വേണ്ടിയാണ്, അഴിമതി നടത്തുന്നതിനു വേണ്ടി മുസ്ലിം ലീഗിന്റെ കോട്ടയ്ക്കലെ നിലവിലെ ഔദ്യോഗിക നേതൃത്വം വലിയ പ്രഷർ അഴിമതി നടത്തുന്നതിനു വേണ്ടി ഇവരുൾപ്പെടെയുള്ള ഈ 6 കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള നേരത്തെ ആളുകളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതിനെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ് അവരുടെ ഈ ഒരു LDFനോടൊപ്പമുള്ള ഈ കൂടിച്ചേരൽ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങള് 6 പേര് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിച്ചവരാണ്. മുസ്ലിം ലീഗിന്റെ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത് ഇന്ന് വരെ. അതെ, പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതില് ഈ 3 വർഷക്കാലമായിട്ട് നമ്മുടെ നഗരസഭയിൽ ഞങ്ങള് ഈ ഭരണസമിതി നിലവിൽ വന്നത് മുതലേ, ബുഷ ഷബീർ ചെയർപേഴ്സൺ ആയത് മുതൽ ഞങ്ങൾക്ക് വലിയൊരു ബാധ്യത ഉണ്ടായിരുന്നു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു 40 കോടിയോളം റുപ്യന്റെ ബാധ്യത ഉള്ള സമയത്താണ് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ ബാധ്യത കടം വീട്ടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. അത് ഏറെക്കുറെ കുറച്ചൊക്കെ നഗരസഭന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഓരോ വർഷങ്ങളിലും ലോണായിട്ടും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള എമൗണ്ട് ആയിട്ടൊക്കെ ബാധ്യതകൾ വിട്ടുക എന്നുള്ളത് മാത്രമാണ്. വികസനം കൃത്യമായിട്ട് നടപ്പിൽ വരുത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് കോട്ടയ്ക്കൽ നഗരസഭ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 3 വർഷം പൂർത്തിയാകുന്ന തൊട്ടു മുമ്പായിട്ട് ബുഷ ഷബീറിനെയും വൈസ് ചെയർമാനെ പാർട്ടി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അത് ഉടനെ തന്നെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ട് ഇന്ന വ്യക്തിയെന്നും വൈസ് ചെയർമാൻ ഇന്ന വ്യക്തി എന്നുള്ളതും
ആ ഒരു രാജിവെക്കാൻ ആവശ്യപ്പെട്ട ഉടനെ തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗിന്റെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഘടകങ്ങളെയും മണ്ഡലം ഘടകങ്ങളെയും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയെ പോലും ചർച്ചയിൽ ഉള്ള ഒരു സംവിധാനത്തിലല്ല ഇതിന്റെ ഒരു വിശദീകരണം കൊടുക്കുവാനോ അല്ലെങ്കിൽ ഈ മാറ്റിയ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുക പോലും ചെയ്തിട്ടില്ലാതെയാണ് അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റം വരുത്തിയത്. അപ്പോൾ അതിന് എതിരെ ഇവിടെ കബീർ മാഷ് പറഞ്ഞ പോലെ നമുക്കറിയാലോ, ഒരു വലിയൊരു വിഭാഗം ഏകദേശം 11 മാസത്തോളമായിട്ട് മുസ്ലിം ലീഗിന്റെ കോട്ടക്കൽ നഗരസഭയിലെ കോട്ടക്കൽ മുനിസിപ്പൽ ലീഗിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം ഒരു 13 പേരെ ഹൈജാക്ക് ചെയ്ത പോലെ അവരെ മാറ്റി നിർത്തുകയും പാർട്ടിക്ക് അവർ പറയുന്ന രീതിയിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ മുസ്ലിം ലീഗുകാരായിട്ട് തന്നെയാണ് ഇതിൽ മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഇപ്പൊ ചെയർപേഴ്സണെ നിർദ്ദേശിച്ചത് മുസ്ലിം ലീഗുകാരനാണ്. അതുപോലെ തന്നെ അതിന് പിന്താങ്ങിയതും മുസ്ലിം ലീഗുകാരനാണ്. അപ്പോൾ ഇത് CPM അല്ല പിന്താങ്ങിയിട്ടുള്ളത്, മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ ഈ 6 അംഗങ്ങളിൽ ഒരാളാണ് അതിനെ ഞാനാണ് നിർദ്ദേശിച്ചത്, ഇവരാണ് പിന്തുണച്ചത്. ആ രീതിയിലാണ് ഇപ്പോൾ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും പാർട്ടി എന്നുള്ള രീതിയിൽ നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും, അതായത് വളരെ വിശദമായി തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനും മാറ്റുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പാർട്ടിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു കൗൺസിലിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ഘടകമായിരുന്നു ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റും അതുപോലെ തന്നെ പല കൗൺസിലുകളൊക്കെ ബഹിഷ്കരിച്ച് പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയ പല വ്യക്തികളും അവരുമായി ഞങ്ങൾക്ക് സഹകരിച്ച് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേതൃത്വത്തെ ഞങ്ങൾ 6 പേരും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഈ പാർട്ടി ഞങ്ങൾക്ക് എന്നും പാർട്ടിക്കാരനായിട്ട് നിലകൊള്ളും. ഞങ്ങൾ എന്തായാലും മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയി വേറെ പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ കോണിച്ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച ഒരാൾ തന്നെയാണ് ഇന്നിവിടെ ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുത്തുള്ളത്. മുസ്ലിം ലീഗർ തന്നെയാണ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളതും അതിനെ പിന്താങ്ങിയിട്ടുള്ളതും. ഒരിക്കലും മുസ്ലിം ലീഗിന്റെ ഭരണം ഇവിടുന്ന് പോയിട്ടില്ല. ഭരണം മുസ്ലിം ലീഗിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടി നേതൃത്വം അറിയിച്ചു. പക്ഷേ അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു തുടർ കാര്യങ്ങളിൽ വരാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അറിയിക്കേണ്ടി വന്നത്. ഇനി വരും കാലങ്ങളിൽ പാർട്ടി നേതൃത്വം അതിൽ കൂടിയാലോചനകളൊക്കെ നടത്തി ഉചിതമായ തീരുമാനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈസ് ചെയർമാൻ സ്ഥാനത്ത് നടന്ന വോട്ടെടുപ്പിലും സമാനമായ വോട്ടിംഗാണ് ഉണ്ടായത്. 15 വോട്ട് PP ഉമ്മറിന് ലഭിച്ചപ്പോൾ മറുവശത്ത് മുഹമ്മദ് അലിക്ക് ലഭിച്ചത് 13 വോട്ടുകൾ. അങ്ങനെ മുസ്ലിം ലീഗ് പൂർണ്ണമായും അധികാരത്തിൽ നിന്നും കോട്ടക്കൽ നഗരസഭയിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു. പക്ഷേ ഈ വിജയിച്ചവർ ലീഗുകാരാണെന്ന് അവർ സ്വയം അവകാശപ്പെടുന്നുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പുമാണ്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ ആയിരിക്കും കോട്ടക്കൽ നഗരസഭയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കണ്ടറിയേണ്ടത്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.